കൊള്ളക്കടത്ത്, കരിന്തന്ത, കുഴിച്ചുവെപ്പ്, കുത്തിമലർത്തൽ, അമ്മയെ കൊല്ലുന്നു കുട്ടികളാണ്, വിദ്യാഭ്യാസമുള്ളവരാണ് ചെയ്യുന്നത്. ഇത് വരാനുള്ള കാരണം എന്താണ്? ഇത് ഞാൻ ചില നിരീക്ഷണങ്ങളും ചില വീക്ഷണവും എന്റെ മനസ്സിലുണ്ടായി. അതിപ്പോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. എങ്കിലും നമ്മുടെ വിദ്യാഭ്യാസത്തിന് മാറ്റം വന്നേ ചെയ്യും. കാരണം അവരെ നിന്നും തിരിച്ചു കൊണ്ടുവരാൻ, അതിൽ നിന്ന് അവരുടെ ക്രൂര മനോഭാവത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ, എളിയ മനസ്സിന് ഇതിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മളെ പ്രസാദമുണ്ട്, പ്രസാദമുണ്ട്, അമ്പലസാറുണ്ട്, നിയമസഭയിലൊക്കെ പോവുകയാണ്. വി ഡി സതീശൻ, മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു ഈ വിദ്യാഭ്യാസം സംബന്ധിച്ച്. വിദ്യാഭ്യാസം പറഞ്ഞിരുന്നു വി ഡി സതീശൻ മുഖ്യമന്ത്രി. ഇന്നത്തെ സിലബസ് കാലഹരണപ്പെട്ടതാണ്, കരിക്കുലത്തിൽ കുട്ടികളെ വളർത്താനുള്ള മാറ്റങ്ങളുണ്ടാവുമെന്ന് വി ഡി സതീശൻ മുഖ്യമന്ത്രി പറഞ്ഞായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന് നമ്പറിന് ഞാൻ വിളിക്കും. വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ ആ അഭിപ്രായത്തോട് 100% ഞാൻ യോജിക്കുന്നു, അത് നിയമസഭയിൽ നടപ്പിലാക്കണം. തീർച്ചയായും. അപ്പൊ അങ്ങനെ, കാരണം നമ്മുടെ മക്കൾ വഴിതെറ്റുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വളർത്തിയെടുത്ത് സമൂഹത്തിന്, നമ്മുടെ രാജ്യത്തിന്, മാതാപിതാക്കൾക്ക്, കുടുംബങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന തരത്തിൽ നമ്മൾ കുട്ടികളെ വരുന്നില്ല. നിങ്ങൾ പരിശോധിക്കൂ. അതുകൊണ്ട് അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. ആ മാറ്റം ഉണ്ടാവണമെങ്കിൽ ഇത്തരം ക്ലബിൽ കൂടി, വായനശാലയിൽ കൂടി, ഇത്തരം സ്ഥാപനത്തിൽ കൂടി ആയിരിക്കും വേണം. അങ്ങനെ ഉണ്ടാവണം. നേരത്തെ ഞാനൊരു സജഷനിലൂടെ പറഞ്ഞായിരുന്നു കുഞ്ഞുമല്ലോട്, ഒരു കുടുംബ കൂട്ടായ്മ നിങ്ങൾ സ്ഥാപിക്കണം. വയനാട്ടിലുണ്ട് ജാതിമത വ്യത്യാസമില്ലാതെ ഒരു കുടുംബ കൂട്ടായ്മ. ആ കുടുംബ കൂട്ടായ്മയിൽ എല്ലാ പ്രശ്നവും കൈകാര്യം ചെയ്യുന്ന ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു വയനാട്ടിൽ. 3 കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിൽ എന്തെല്ലാം ഗുണങ്ങളുണ്ടല്ലോ. ഒരു കുടുംബത്തിൽ പ്രശ്നമുണ്ടായാൽ ഷെയർ ചെയ്യാനും, ഒരു ഭാര്യയും ഭർത്താവുമായി പ്രശ്നമുണ്ടായാൽ അത് മാറാനും മാറ്റിയെടുക്കാനും ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ട് ആ കുടുംബങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക വയനാട്ടിൽ.